ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ ഗൈസ്. അപ്പോൾ ദേശീയാങ്കുട്ടൻ വൈകിട്ട് ചോളം തിന്നാനുള്ള പരിപാടിയാണ് ഗൈസ്. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചോളം തിന്നുന്നത്. അപ്പോൾ ഇവന് കൊടുക്കാതെ എന്ന് വെച്ചാൽ ഇവനൊരു തവണ കൊടുത്തപ്പോഴത്തേക്ക് വയറുവേദന എടുത്തായിരുന്നു. അപ്പോൾ ഇവനെ കാണിക്കാതെ ഞാൻ മാറ്റി വെച്ചാണ്. പക്ഷേ അവനത് ഫ്രിഡ്ജിൽ നിന്ന് തപ്പി എടുത്ത് കൊണ്ടുവന്നു. പക്ഷേ അവൻ അടുക്കളയിൽ കയറുന്നത് ഭയങ്കര പേടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ദിവസം ചട്ടി പൊട്ടിത്തെറിച്ചു ഗൈസ്. അതിന് ശേഷം അവനിപ്പോൾ അടുക്കളയുടെ വാതൊക്കെ നിന്ന് എന്തെങ്കിലും ചോദിക്കാൻ പറയാൻ ചെയ്യത്തുള്ളൂ. പിന്നെ കുറേ കൊച്ചുള്ളി നന്നാക്കി വെക്കാണ്ടായിരുന്നു. ഞാനിങ്ങനെ നന്നാക്കി വെക്കുക, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ദേശാങ്കുട്ടൻ്റെ കോണൊക്കെ വെന്തു റെഡി ആയിട്ടുണ്ട്. അവൻ വന്ന് അമ്മയെ തരാമെന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് ഇശാങ്കുട്ടനുള്ള പരിപ്പ് കറിയാണ് ഇത്. നമ്മുടെ ദാൽ കറി വെക്കത്തില്ലേ, അതവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദാൽ കറി ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ എണ്ണയ്ക്കകത്തൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ദാൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു പരീക്ഷണമാണ് ഗൈസ്. നിങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേ നമ്മുടെ കൊച്ചുള്ളിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ബോക്സിനകത്തോട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് ഇതിങ്ങനെ വെക്കാമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ മല്ലിയിലയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. മല്ലിയില അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇരിപ്പുള്ളത് അങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ മല്ലിയില ഇരിക്കും കേട്ടോ, ചീത്തയാകാതെ. അപ്പോൾ കോണൊക്കെ കൊണ്ടുവന്ന് അവൻ ഇവിടെ ഇരുന്ന് ടി വിയും കണ്ട് കോണൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ തേച്ച് കൊടുക്കാമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇന്ന് കുക്കറിൽ പുഴുങ്ങിയപ്പം ഉപ്പൊഴിട്ടാണ് പുഴുങ്ങിയത്. പിന്നെ ദേശാങ്കുട്ടനുള്ള ഫ്രൈഡ് റൈസൊക്കെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പരിപ്പൊക്കെ വെന്തു, പരിപ്പെല്ലാം കാച്ചി. അത് കഴിഞ്ഞപ്പോൾ അമ്മ വൈകിട്ടത്തേക്കുള്ള കിഴങ്ങാറി വെക്കുകയാണ് ഗൈസ്. ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് 3 നേരവും ഞങ്ങൾക്ക് പാചകമുണ്ട്. കാര്യം രാവിലെയും വൈകിട്ട് ഇവിടെ എന്നും ചപ്പാത്തിയാണ് ഗൈസ്. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി മതി. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും കറിയും വേണം. അപ്പോൾ അമ്മ വൈകിട്ടത്തേക്കുള്ള കിഴങ്ങാറിലെ പ്രിപ്പറേഷനിലാണ്. ഞാനാണെങ്കിൽ ഈശാങ്കുട്ടനുള്ള ഫ്രൈഡ് റൈസും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ.